എങ്ങനെയാണ് വി എസിനെ അനുസ്മരിക്കുന്നത്? അത് ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് 19 വയസ്സുള്ളപ്പം, ഇപ്പോൾ എനിക്ക് 19 വയസ്സാണ്. ഞങ്ങളെ ചെറുപ്പത്തിലാണ് അവർ കൂടുതലായിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇങ്ങനെ അവരുടെ പ്രസംഗവും ഒക്കെ കണ്ടിട്ടുള്ളൊരു ഓർമ്മയാണ്. സങ്കടമുണ്ട്, എത്ര പ്രായമുള്ള നേതാവാണെന്നുള്ളത് വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഒരുപാട് ഇഷ്ടമാണ്. എങ്ങനെയാണ് വി എസിനെ ഓർക്കുന്നത്? നല്ല നേതാവാണ്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടുപരിചയമുള്ള ആൾക്കാരാണ്. സങ്കടമുണ്ട്, പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നൊരു മരണമായിരുന്നു. ഇത്രയും കാലം ജീവനോടുള്ളതെന്ന് നമുക്ക് അത്ഭുതമാണല്ലോ. നല്ല മനുഷ്യനെ നല്ല നല്ല നടപടികളൊക്കെ നമ്മുടെ കേരളത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു അത്ഭുതമാണ് വി എസ് എന്ന് പറയുന്നത്. കാരണം ഒരു 102 വയസ്സ് ജീവിക്കുക, അതിലേറിയ പങ്കും ജനങ്ങളെ വലിയ പ്രചോദനം ജനങ്ങൾക്ക് നൽകുക, വലിയ വലിയ കാര്യങ്ങൾ സമൂഹത്തിന് നൽകുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക, ഒപ്പം പല മാറ്റങ്ങൾ കൊണ്ടുവരിക, അങ്ങനെ ഒരു ചരിത്ര പുരുഷനായി മാറുന്ന വി എസിനെയാണ് യഥാർത്ഥത്തിൽ 102-ാം വയസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നമുക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു അത്തരത്തിൽ ഒരുപാട് സമൂഹത്തെ സ്വാധീനിച്ച വ്യക്തിക്ക് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പിലാണ് ഈ വിദ്യാർത്ഥികളാൽ തന്നെ. എങ്ങനെയാണ് വി എസിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ്? എത്ര നേരമായിട്ടിരിക്കുന്നു? എങ്ങനെയാണ്? കുറച്ച് നേരമായി ഇവിടെ വന്നിരിക്കുന്നു. എങ്ങനെ ഓർക്കുന്നു വി എസിനെ? എങ്ങനെ കാണുന്നു? നല്ലൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുക. ആ കാത്തിരിപ്പ് തുടരുകയാണ് മാധു. അതായത് ചില കാര്യങ്ങൾ നമുക്ക് കണ്ട് ഇഷ്ടപ്പെടും, ചിലത് കേട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ കണ്ടും കേട്ടും ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ പല നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ കണ്ടും കേട്ടും ഇഷ്ടപ്പെട്ട 2 അക്ഷരമാണ് വി എസ് എന്ന് പറയുന്നത്. അത് അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് കാര്യവട്ടം ക്യാമ്പസിന് മുന്നിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പ് ഇങ്ങനെ തുടരുന്നു. കൂടുതൽ വിദ്യാർത്ഥികളാണ്. എങ്ങനെയാണ് വി എസിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്? എങ്ങനെയാണ് വി എസിനെ ഓർക്കുന്നത്, കാണുന്നത്? വി എസ് എന്ന 2 അക്ഷരം ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം തന്നെ വളരെ ചുരുങ്ങിപ്പോയേനെ, ചെറുതായി പോയേനെ എന്ന് എനിക്ക് പറയാനുണ്ട്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് വി എസിന് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ്? സമ്മേളനമൊക്കെ നമ്മൾ ലൈവ് കാണുന്നല്ലാതെ ഞാൻ നേരിട്ട് ഇതുവരെ വി എസിനെ കണ്ടിട്ടില്ല. അപ്പോൾ കാണാൻ പറ്റിയത് ഈ രൂപത്തിലായി വളരെ സങ്കടം. അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യയാത്രയാണ് യഥാർത്ഥത്തിൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു കൂടിക്കാഴ്ച അല്ലേ? അന്ത്യമൊന്നും എനിക്കിതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. വി എസ് ഒരിക്കലും മരിച്ചു എന്നുള്ളൊരു വാക്ക് മാത്രമാണ്. അല്ലാതെ കേരളത്തിൻ്റെ ചരിത്രത്തിലോ രാഷ്ട്രീയ ചരിത്രത്തിലോ വി എസ് ഒരിക്കലും മരിച്ചിട്ടില്ല, ജനഹൃദയങ്ങളിൽ മരിച്ചിട്ടില്ല. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പിന്നാലെ വരുന്ന അണികൾ ആ പറയുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യവും അതാണ്, വി എസ് മരിക്കുന്നില്ല. കാരണം തങ്ങളിലൂടെ വി എസ് ഇങ്ങനെ ജീവിക്കുകയാണ്, ആ മൂല്യങ്ങൾ ഇങ്ങനെ പകർന്ന് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. വി എസിന് വേണ്ടി ഉള്ളൊരു കാത്തിരിപ്പാണ്. എങ്ങനെയാണ്? എൻ്റെ വീട് ആലപ്പുഴയാണ്. വി എസിൻ്റെ നാട്ടുകാരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാത്തിരിക്കുക. ഇന്നലെ KG സെൻറ്ററിൽ പോയി കണ്ടു, ഹസ്ബൻഡ് ദർബാറിൽ പോയി കണ്ടു. അതായത് എൻ്റെ ഒരു 35 to 40 ഏജ്, അതിനകത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ നേതാവാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് എത്ര നേരം വേണമെങ്കിലും നമ്മൾ കാത്തിരിക്കും. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ സെലക്ഷൻ ഗ്രേഡ് അസിസ്റ്റൻ്റാണ്. ഇന്നലെയും പോയി കണ്ടു, പക്ഷെ ഒന്നും കൂടെ കാണണം എന്നുള്ളതാണ്. അതന്നെ. എന്താണ് വി എസ് ഇത്രയധികം സ്വാധീനിക്കാനുള്ളൊരു കാരണം എന്താണ്? അപ്പോൾ പാർട്ടിക്കാരനായിരുന്നു. ഞാൻ കണ്ടു വളർന്നത് അതാണ്. വി എസ് എന്നുള്ള ഒരു എന്താ പറയുക, എനിക്ക് പറയാൻ ശരിക്കും അറിയത്തില്ല. എനിക്ക് സങ്കടം വരും. ഇന്നലെ തുടങ്ങി എനിക്ക് സങ്കടമാണ്. അത്ര ഒരു വികാരം.